ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ, മോർണിംഗ് വ്ളോഗാണ്. രാവിലെ ഒരു 5:30 ആയിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ 5:30 ആയാലും കുറച്ച് വെളിച്ചമൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ 6 മണിയായാലും നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ കളരിവാതിക്കൽ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ. കളരിവാതിക്കൽ ക്ഷേത്രം പ്രശസ്തമായൊരു ക്ഷേത്രമാണ് കേട്ടോ. യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ അതിൻ്റെ കുറേ അധികം കഥകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ക്ഷേത്രം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് 1 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ വരാൻ മടിയാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് പോകാനേ തോന്നില്ല കേട്ടോ. അത്രയ്ക്കൊരു പൊളി വൈബാണ്. എനിക്ക് എപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ആ ഒരു ചന്ദനത്തിൻ്റെ മണവും രാവിലത്തെ ആ ഒരു വൈബും അടിപൊളിയാണ്. അപ്പോൾ പുറത്തു നിന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ നേരെ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ ശ്രീകോവിൽ. അതിൻ്റെ ചുറ്റുമായിട്ടാണ് ഓരോ ദൈവങ്ങളുടെയും സ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ല, പുറത്തെ വീഡിയോ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് നേരെ അമ്മക്കോട്ടം ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ സൈഡിൽ ഇതുപോലെ റോഡിൻ്റെ വീതിയൊക്കെ കൂടുന്നത് കൊണ്ട് പണിയൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ റോഡിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതോടെ നമ്മുടെ നാട് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ എവിടെ പോയാലും ഏതാ സ്ഥലം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. എല്ലാം തന്നെ മാറിപ്പോയിട്ടോ. അപ്പോൾ നമ്മൾ അമ്മക്കോട്ടത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഉൾഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെയും പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഉള്ളിലത്തെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പുറത്തുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു, പ്രസാദമൊക്കെ വാങ്ങിച്ചിറങ്ങി. അപ്പോഴാണ് കേട്ടോ അതിനടുത്ത് പുഴയുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അധികം ആഴം ഇല്ലാത്ത പുഴയാണെന്ന് തോന്നുന്നു, കാരണം അടിഭാഗം കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീനിയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. നമ്മൾ കുറേ നേരം നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു മോർണിംഗ് വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബായ്.